ഹലോ ഗായ്സ്, അപ്പം ഞങ്ങൾ നിസ്വയിലേക്ക് പോകുന്ന ചെറിയൊരു ബ്ലോഗായിട്ടാണ് വന്നത്. അപ്പോൾ 2 പാർട്ടായിട്ടായിരിക്കും വീഡിയോ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞങ്ങൾ ബസ് വന്നു. ഈ പാക്കേജ് പോകുന്നത് ഞങ്ങളുടെ ട്രാവൽ പോയിന്റ് തന്നെ, അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ തന്നെയാണ് ഈ പാക്കേജ് പോകുന്നത്. അപ്പോൾ ഈ പാക്കേജിൽ ഞാനും തച്ചും ഈ പ്രാവശ്യം ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട് സീറ്റിലൊക്കെ ഇരുന്നു, ട്രിപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ബോർഡറൊക്കെ ക്ലോസ് ചെയ്തതിന് ശേഷം ഇബ്രി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നിർത്തി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ ബസ്സിൽ ഓരോ ആക്ടിവിറ്റീസും ഒരു പാസഞ്ചേഴ്സിനെ പരിചയപ്പെടുത്തലും കുട്ടികളതൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കുന്ന ഒരു ട്രിപ്പാണ്. അപ്പോൾ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യും. I say hey, 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 I'll kiss you evermore. We love you, want to पास कितने उड़ता है फिरूं इन हवाओं में कहीं, या मैं झूल जाऊं इन घटाओं. and everything you do. And they were all yellow. I came around. से बोलता हर सामने जब तुम आते. അങ്ങനെ ഞങ്ങൾ പാട്ടും ഓരോ സംഭവം ഡാൻസും പാട്ടും ഇതൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചു. ഈ ട്രിപ്പിൽ പ്രത്യേകം എല്ലാവരും നല്ല വൈബിനായിട്ട് വന്ന ആൾക്കാരായിരുന്നു. അപ്പം എല്ലാവരായിട്ടും ഇതേമാതിരി ബസ്സിൽ ഭയങ്കര ചിരിയും കളിയും മാട്ടും പാട്ടും ഒക്കെ ആയിട്ട് നമ്മളൊരു പിക്നിക്ക് പോലെ സ്കൂളിലൊക്കെ ആ ഒരു ട്രിപ്പ് മൂഡിൽ എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഭീമാ സിംഗോളിൽ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ നമ്മളിവിടെയൊക്കെ നിൽക്കുമ്പോൾ ജസ്റ്റ് 1 ഡേ ഒക്കെ വന്നിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു കിടുക്കാച്ചി സ്പോട്ടാണ്. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, അങ്ങനെ ഒരു പൊട്ട സ്പോട്ടാണെങ്കിൽ ഇത്ര ആൾക്കാരോട് കാണിച്ചു കൊടുക്കണം. അതാണ് പൊട്ട. നമ്മൾ വന്നത് ഭയങ്കര സീസൺ ടൈം അങ്ങനെയൊന്നുമില്ല, അതുകൊണ്ടാണ് ഭയങ്കര ചൂട്, ഭയങ്കര ഡ്രൈ ആയിട്ടൊക്കെ നിൽക്കുന്നത്. എന്നാലും അതിൻ്റെ ഇടയിൽ അത്യാവശ്യം നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ്. നമ്മൾ പോയത് സീസൺ ടൈം അല്ലെങ്കിൽ പോലും ഇത്രയും ആൾക്കാരും വെള്ളവും കാര്യങ്ങളൊക്കെ അത്യാവശ്യത്തിനുണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം തണലത്തൊക്കെ എല്ലാവരും നോക്കിയൊക്കെ നിന്ന് പുറകെ നിന്നാൽ മതി, എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ കൂടി നടക്കണ്ട. അങ്ങനെ ഞങ്ങൾ അടിയിൽ പോയി മുകളിൽ കയറി വീണ്ടും അടിയിൽ പോയി കുഴങ്ങി അല്ലേ. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്പോട്ടിലോട്ട് പോവാണ്. വാദി സാബ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ആ സ്ഥലത്തേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയൊരു വഞ്ചിയിൽ കയറിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അപ്പോൾ അവിടുന്ന് ഈ കിടത്തുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം, ഒരു 5 റിയാലോ അങ്ങനെ എന്തോ എടുത്തിട്ട് വേണം നമ്മൾ അപ്പുറത്തോട്ട്. ഇവരെ കടത്തി തരും, തിരിച്ച് അവരെന്നെ കൊണ്ടുവരും. അപ്പം നമ്മൾ അവിടെ 1 മണിക്കൂറോ അങ്ങനെയൊക്കെ നടന്ന് കാണാനുണ്ട്. അത്രക്കും കുറച്ച് ലോങ്ങാണ്. അപ്പോൾ ഇവിടുന്ന് കടത്തി തരാൻ മാത്രമാണ് ഈ ഒരു വണ്ടി യൂസ് ചെയ്യുന്നത്. ഈ ഒരു സ്പോട്ടിലേക്ക് പോകുന്നതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ചെറിയൊരു വഞ്ചിയിൽ കയറിയിട്ട് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ താമരകളൊക്കെ ശരിക്കും ഉണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്
പോലത്തെ സ്ഥലത്ത് ഇത്രയും നീണ്ടു നിവർന്ന് നമ്മളെ ഒരു പാടത്തൊക്കെ നിൽക്കുന്ന ആ ഒരു സെയിം വൈബ് കാണുന്നത് ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കരതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്ന മൊത്തം ആൾക്കാരും എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം അത് അവരെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ അപ്പുറത്തേക്ക് ആക്കി തരും. പിന്നെ പോകുന്ന ഒരു പോക്ക് എന്ന് പറയുന്നുണ്ടല്ലോ, കണ്ടുവെക്കും. വാദി സാബ് പക്ഷെ വാദി സാബിനെ പറ്റി പറയും. ഫുള്ള് വെയിൽ, എവിടെ പോയാലും നെഗറ്റീവ് മാത്രം. ഇവിടെ വെയിലാണ്. ഇത് നാച്ചുറലായിട്ട് ഇവിടെ എന്തൊക്കെ ഉണ്ട് കാണാൻ. ഇതൊന്നല്ല പറയുന്നത്. നാച്ചുറലായിട്ട് ഇങ്ങനെ കുറേ ഈത്തപ്പന ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് മൊത്തം താമരന്റെ വൈബാണ്. പിന്നെ താമര ഫുള്ള് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. താമരക്കുളം ഒക്കെ താമര ഉണ്ടായി. ക്യാഷ് എടുക്കാൻ ബോട്ടിൽ വരാനുള്ളവർക്ക് നടന്ന് വരാം. നമ്മളെ ഒമാനിൽ വാദി ഷാബ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. അതായത് നാട്ടിൽ ഇപ്പുറത്ത് പാടും ഇപ്പുറത്ത് തോട്ടങ്ങളുമായിട്ട്, അതായത് നാട്ടിലെ ഒരു തോട്ടമ്പുറത്തോടൊക്കെ നടക്കുന്ന ഒരു ഫീലിംഗ്. ഇപ്പുറത്ത് ഫുള്ള് പാടും കാര്യങ്ങളും, ഇപ്പുറത്ത് തോട്ടം നടക്കുകയാണെങ്കിൽ ഈത്തപ്പഴത്തോട്ടം, അതിൻ്റെ കൂടെ തന്നെ വാഴത്തോട്ടം, ഇപ്പുറത്ത് തോടും ഇപ്പുറത്ത് ഫാമിങ് ഈത്തപ്പഴത്തോട്ടും. അതേമാതിരി അതിൻ്റെ ഇടയിൽ തന്നെ നമ്മളെ തെങ്ങുണ്ട്, വാഴയുണ്ട്, കർമൂസുണ്ട്, പിന്നെന്താ അങ്ങനെ ചേമ്പ്, ചേന എല്ലാ കാര്യങ്ങളും ഫാം ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലം ഇപ്പുറത്ത്. അതിൻ്റെ ഇടയിൽ നമ്മൾ ശരിക്കും മരുഭൂമിയിലൊക്കെ പോകുമ്പോൾ കണ്ടില്ലേ മലകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ മല കാണിച്ചിട്ടോ, മലകൾ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പൊളിവായിട്ട്. അതിനിടയിൽ ചിലപ്പോൾ നമുക്ക് തോന്നി നമ്മൾ പോകുന്ന കാട്ടിലൂടെയാണ്. അങ്ങനത്തെ ഒരു സ്ഥലം കൂടെ നല്ല തണലത്തൂടെ 45 മിനിറ്റ്സ് നടക്കണം സിനിമ ചെയ്യുന്നവർക്ക്. പക്ഷെ അങ്ങനത്തെ ഒരു സ്ഥലം ഇത് ശരിക്കും മസ്റ്റ് പോകേണ്ട സ്ഥലമാണ്. നമുക്ക് ശരിക്കും ലോകത്ത് ഇങ്ങനത്തെ അത്ഭുതങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് മാങ്ങൊക്കെ കാഴ്ച നിൽക്കുന്നുണ്ട്. അത് നമ്മൾ ശരിക്കും ഡെസേർട്ടിൻ്റെ നടുവിലാണ് ഈ സ്ഥലങ്ങളിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ അങ്ങനെ കാണിച്ചു കൊടുക്കാം. കളിക്കാൻ പറ്റില്ല. കുറച്ച് ആൾക്കാരൊക്കെ നടി കിട്ടും. ശരിക്കും ഇവർ ഫാം ചെയ്തുണ്ടാക്കും. കണ്ടോ, മാങ്ങൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന്മേല് കർമൂസൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട്. ഇതെന്തോ സാധനം എനിക്കറിയില്ല. കണ്ടോ, ഇങ്ങനത്തെ ഒരു വൈബാ. ശരിക്കും മരുഭൂമിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണിത്. സൂപ്പറാണിത്. നല്ല മരുഭൂമിയുടെ നടുവിൽ ഇങ്ങനൊരു സ്ഥലം കാണാൻ നടക്കാന്നുണ്ടെങ്കിൽ റിയലി അമേസിങ്. ആണ്ടോ, പച്ചു ഭയങ്കര സിദ്ധിയാണ് അവൾക്ക്. അവള് വീണടക്കുന്ന കണ്ടിട്ടുണ്ട്. അത് ഇവിടെ അത് കയ്യിൽ ഇല്ലാത്തതുകൊണ്ടും കുറേ നടക്കാനുള്ളതുകൊണ്ടാണ് അവളിതൊന്നും എണ്ണി പുറക്കാത്തതില്ലെങ്കിൽ ഇതൊക്കെ പുറക്കും. ഇടയ്ക്ക് മാങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ആഹാ, ഡോഗ് വന്നിരിക്കാം. അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. വാളംപയറുകള് അതൊരു വാളംപയർ. വാളംപയർ ഇതല്ലത്. മലയാളീസ് ഇവിടെ പണ്ട് വന്ന് താമസിച്ചിട്ടുണ്ട്. ഇത് എരിക്കാണിത്. പക്ഷെ ഇത് ഇല കുറച്ച് കട്ടി ഉണ്ടാവും. ശരി, കട്ടി കുറഞ്ഞിട്ടാണ്. നിൽക്കുന്നതിൻ്റെ ഇവിടെ നിന്ന് കണ്ട സംഭവമാണ്. ഇവിടെ കണ്ട ഒരു ഗുഹ പോലെ. ഇത് മുന്നേ ആരോ താമസിച്ചിട്ടുണ്ട് ഇവിടെ. കണ്ട ചെറിയ ഇത് കെട്ടി ഉണ്ടാക്കിയതാ, കല്ലൊക്കെ വെച്ചിട്ട്. പോയി
നടന്നു വന്നിട്ട് നിങ്ങൾ കാണുന്നതാണ് ഇങ്ങനെയുള്ള സംഭവം. വീണാൽ കഴിഞ്ഞു. നീന്താ അറിഞ്ഞിട്ട് നീന്തി വരാം, കുളിച്ചിട്ട് വരാം. നീന്താ അറിഞ്ഞാല് കഴിയാൻ ലൈഫ് ഗാർഡൊക്കെ ഉണ്ട് അല്ലേ അവിടെ? അല്ലല്ലേ, ഇതെല്ലാവരും അവിടെ നിന്ന് റെന്റിന് എടുത്തിട്ടുണ്ട്. That's right. വന്നത് ആരെങ്കിലും ഇൻഡിക്കേറ്റർ ഇട്ടോ കൊടുക്കൂ, അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. പാകം ഉണ്ടായിട്ടുണ്ടല്ലോ വലിയ വെച്ചോ അങ്ങോട്ടും കൂടെ നോക്കിയിട്ട് വികല ആരും പിടിക്കണ്ട, കാരണം അവിടെ പിടിച്ച് നടന്നു. ഒക്കെ സ്ലിപ്പാവുന്ന ഏരിയയാണ്, നടക്കുമ്പോൾ ശ്രദ്ധിച്ച്. ചെറിയൊരു വീട് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടടി. ആരോ താമസമാണ്, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നടന്ന് ലാസ്റ്റ് നമ്മൾ ആ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നു. അയ്യോ, അപ്പോൾ വന്ന് നമ്മളെ സ്ഥലത്ത് ഇരിക്കുകയാണ്. അപ്പം വേറൊരു ആൾക്കാർ വരുന്നുണ്ട്, ഒരു റിവ്യൂ ആയിക്കാം. ഇതന്നെയാണ് സ്ഥലത്ത് ഇങ്ങോട്ട് പോകണില്ല എന്ന് പറയുമ്പോൾ ഇത്രയും ദൂരം നടന്നു വന്ന അവരുടെ ഫീലിംഗ് എന്താ നമുക്കറിയാം. അറിയില്ല, ഇതാണ് നമ്മൾ ഇത്രയും കാലം മുന്നേ തെരഞ്ഞു പിടിച്ച സ്ഥലം. റിവ്യൂ, റിയൽ റിവ്യൂ. ആ ഫസ്റ്റ് കണ്ട സ്ഥലത്ത് ഇരുന്ന് കുളിച്ചാൽ മതി എന്ന് തോന്നുന്നില്ലേ? സത്യം അല്ലേ? അഡ്വഞ്ചർ ഇവിടെ എന്തോ ഉണ്ടെന്ന് കരുതി വന്നേ സമാധാനായിക്കില്ല. പക്ഷേ आएगा भाई. അങ്ങനെ ഞങ്ങൾ വാദി സാൽനൂത്തിനോട് യാത്ര പറഞ്ഞ് അടുത്ത സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അപ്പോൾ പാർട്ട് 2 വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരും. ബൈ.